Hi everyone, welcome to my channel. ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഉപയോഗപ്പെടുന്ന 21 ക്ലീനിങ് ടിപ്സ് ആണ്. നിങ്ങളുടെ വീടിനുള്ളിലെ വിവിധ സാധനങ്ങൾ ക്ലീൻ ചെയ്യാനായിട്ട് നിങ്ങൾക്കിത് ഉപകരിക്കും. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടു നോക്കൂ. വെള്ളിയുടെ ആഭരണങ്ങളും അതുപോലെ തന്നെ പാത്രങ്ങളും ഒക്കെ എങ്ങനെ എളുപ്പത്തിൽ ക്ലീൻ ചെയ്യാമെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാനൊരു പാത്രത്തിൽ നല്ല ചൂടുള്ള വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് അലുമിനിയം ഫോയിൽ പേപ്പർ ഇതേപോലെ മുറിച്ചിട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം കുറച്ച് ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് നമുക്ക് ക്ലീൻ ചെയ്യേണ്ട പാത്രമോ അല്ലെങ്കിൽ ആഭരണമോ എന്താണെന്ന് വെച്ചാൽ അത് ഇട്ട് കൊടുക്കാം. ഈ വെള്ളം ചൂടാറുന്നത് വരെ വെയിറ്റ് ചെയ്യാം. വെള്ളം ചൂടാറിക്കഴിഞ്ഞാൽ ഇതേപോലെ ഒരു ടൂത്ത് ബ്രഷിലേക്ക് കുറച്ച് ലിക്വിഡ് ഡിഷ് വാഷ് ആക്കിയിട്ട് അത് ഉപയോഗിച്ച് നമുക്ക് ഈ വെള്ളിയുടെ പാത്രമോ ആഭരണമോ എന്താണെന്ന് വെച്ചാൽ അത് നല്ലപോലെ ഉരച്ച് ക്ലീൻ ചെയ്തെടുക്കാം. ഇത് നല്ലപോലെ ഉരച്ച ശേഷം വെള്ളത്തിൽ കഴുകിയെടുക്കാം. ഇപ്പോൾ ഇതിലെ അഴുക്കൊക്കെ പെട്ടെന്ന് തന്നെ നല്ലപോലെ പോയി കിട്ടിയിട്ടുണ്ട്. ബാത്റൂമിൽ നമ്മൾ ഉപയോഗിക്കുന്ന കപ്പും ബക്കറ്റും അതേപോലെ തന്നെ സ്റ്റൂളും ഒക്കെ വഴുവഴുപ്പ് പിടിക്കാറുണ്ട്. അപ്പോൾ ഈ വഴുവഴുപ്പ് എളുപ്പത്തിൽ ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപ്പ് ഉപയോഗിക്കാവുന്നതാണ്. ഇതുപോലെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ കയ്യിൽ ഗ്ലൗസ് ഒക്കെ ഇട്ടിട്ടാണ് ചെയ്യുന്നത് എങ്കിൽ കൈ കൊണ്ട് തന്നെ നല്ലപോലെ ഒന്ന് ഉരച്ചു കൊടുത്താൽ മതി. അല്ലെങ്കിൽ ഇതേപോലെ ഒരു ടൂത്ത് ബ്രഷോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ബ്രഷോ ഉപയോഗിച്ച് ജസ്റ്റ് ഒന്നിങ്ങനെ ഉപ്പ് എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ ഇത് നല്ലപോലെ ക്ലീൻ ആയി കിട്ടും. ഈ ഉപ്പിൻ്റെ കളറൊക്കെ മാറിയത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഇനി ഈ കപ്പ് നമുക്ക് നല്ല വെള്ളത്തിൽ വാഷ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതിലെ വഴുവഴുപ്പൊക്കെ നല്ലപോലെ പോയി നല്ലോണം ക്ലീൻ ആയി കിട്ടിയിട്ടുണ്ട്. മിക്സിയുടെ പുറത്ത് പിടിച്ചിട്ടുള്ള അഴുക്കൊക്കെ പെട്ടെന്ന് പോയി കിട്ടാനായിട്ട് നമുക്ക് ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കാവുന്നതാണ്. വൈറ്റ് കളറുള്ള ടൂത്ത് പേസ്റ്റാണ് ഇതിനായിട്ട് ഏറ്റവും നല്ലത്. ഇതേപോലെ ഒരു ബ്രഷിലാക്കി കൊടുക്കാം. അതിനുശേഷം ഈ ബ്രഷ് ഒന്ന് നനച്ചിട്ട് ഇതേപോലെ മിക്സിയുടെ മുകളിലൊക്കെ ഒന്നിങ്ങനെ തേച്ച് കൊടുക്കാം. ഇതിൻ്റെ മുകൾ ഭാഗത്തും അഴുക്കുള്ള എല്ലാ ഭാഗത്തും നമുക്കിതൊന്ന് തേച്ച് കൊടുക്കാം. എല്ലാ ഭാഗവും തേച്ച് കൊടുത്തതിന് ശേഷം ഒരു ടിഷ്യൂ പേപ്പറോ ഒരു ക്ലോത്തോ ഉപയോഗിച്ച് മിക്സി നല്ലപോലെ തുടച്ചെടുക്കാം. ഇപ്പോൾ മിക്സിയിലെ അഴുക്കൊക്കെ നല്ല പോലെ തന്നെ പോയി കിട്ടിയിട്ടുണ്ട്. അടുത്തതായിട്ട് ഗ്യാസ് സ്റ്റൗ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് നമുക്കൊരു സൊല്യൂഷൻ തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. സാധാരണ പച്ചവെള്ളമാണ് എടുക്കുന്നത്. അതിലേക്ക് 2 ടീസ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ലിക്വിഡ് ഡിഷ് വാഷ് കൂടി ചേർക്കാം. നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഒരു സ്പ്രേ ബോട്ടിലാക്കി വെക്കാം. ഇനി നമുക്ക് ഈ സ്പ്രേ നമ്മുടെ ഗ്യാസ് സ്റ്റൗ ഒക്കെ തുടച്ച് വെക്കാനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇതൊന്ന് അടിച്ചു കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് തുടച്ചെടുത്താൽ മതി. നല്ല പോലെ തന്നെ എണ്ണമയവും അഴുക്കുകളും എല്ലാം തന്നെ പോയി കിട്ടും. നമ്മുടെ വീട്ടിലുള്ള കോപ്പർ കോട്ടിങ്ങുള്ള പാത്രങ്ങളൊക്കെ നല്ലപോലെ വൃത്തിയാക്കി പുതിയതുപോലെ ആക്കി എടുക്കാനായിട്ട് നമുക്ക് ഉപ്പും നാരങ്ങയും ഉപയോഗിക്കാവുന്നതാണ്. ഇതേപോലെ ഒരു നാരങ്ങ മുറിച്ച് ഉപ്പിൽ മുക്കിയിട്ട് ഈ കോപ്പർ കോട്ടിങ്ങുള്ള ഭാഗത്ത് ഇങ്ങനെ ഉരച്ചു കൊടുക്കാം. ഇങ്ങനെ ഉരച്ചു കൊടുക്കുമ്പോൾ തന്നെ ഇത് നല്ലപോലെ ക്ലീനായി വരുന്നത് കാണാൻ പറ്റും. നല്ലപോലെ എല്ലാ ഭാഗവും ഉരച്ചു കൊടുക്കാം. ഏറ്റവും അവസാനം പോവാത്ത കുറച്ച് ഭാഗങ്ങളുണ്ടെങ്കിൽ അതൊന്ന് ഇതുപോലെ സ്റ്റീൽ സ്ക്രബ്ബർ വെച്ച് ഉരച്ചു കൊടുത്താൽ മതി. ഇനി ഇത് കഴുകിയെടുക്കാം. ഇപ്പം നല്ല പോലെ ഇതിൽ അഴുക്കൊക്കെ പോയിട്ടുണ്ട്, പുതിയതുപോലെ ആയിട്ടുണ്ട്. സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കുന്നവരാണെങ്കിൽ നമ്മുടെ പാത്രങ്ങളിലും ഒക്കെ ഇതുപോലെ സൺഫ്ലവർ ഓയിലിൻ്റെ പശ ഇങ്ങനെ ഒട്ടിപ്പിടിക്കാറുണ്ട്. അപ്പോൾ ഇത് പോയി കിട്ടാനായിട്ട് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് കുറച്ച് ലിക്വിഡ് ഡിഷ് വാഷ് ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മുടെ സൺഫ്ലവർ ഓയിലിൻ്റെ ഈ പശ പിടിച്ചിട്ടുള്ള പാത്രമോ അടപ്പോ അല്ലെങ്കിൽ എന്താണെങ്കിലും അത് മുക്കി വെക്കാം. ഇങ്ങനെ മുക്കി വെച്ച് കുറച്ച് നേരം കഴിഞ്ഞിട്ട് അതെടുത്ത് ജസ്റ്റ് ഇതുപോലെ ബ്രഷ് കൊണ്ട് നല്ലപോലെ വൃത്തിയാക്കി കൊടുക്കാം. ഇങ്ങനെ വൃത്തിയാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇതിലെ ഈ പശയൊക്കെ നല്ലപോലെ പോയി കിട്ടും. അതിനുശേഷം കുറച്ച് ടൂത്ത് പേസ്റ്റ് തേച്ചിട്ട് ഒന്നുകൂടെ നല്ലപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിന് നല്ല തിളക്കവും കിട്ടും. ഗ്യാസ് സ്റ്റൗ വെച്ചതിൻ്റെ മുകളിലുള്ള കബേർഡും അതുപോലെ തന്നെ ടൈലിലും ഒക്കെ നല്ലപോലെ അഴുക്ക് പിടിക്കാറുണ്ട്. ഈ അഴുക്ക് കളയാനായിട്ട് നമ്മൾ നേരത്തെ ഗ്യാസ് സ്റ്റൗ ക്ലീൻ ചെയ്യാനായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ സൊല്യൂഷൻ തന്നെ ഉപയോഗിക്കാവുന്നതാണ്. അത് ഇതുപോലെ നല്ലപോലെ സ്പ്രേ ചെയ്ത് കൊടുത്ത ശേഷം ഒന്ന് തുടച്ചെടുത്താൽ മതി. പെട്ടെന്ന് തന്നെ അഴുക്കൊക്കെ പോയി കിട്ടും. ബാത്റൂമിൽ ഉപയോഗിക്കുന്ന ചെരുപ്പുകളിലൊക്കെ മഞ്ഞക്കറയൊക്കെ പിടിക്കാറുണ്ട്. ഈ മഞ്ഞക്കറ കളയാനായിട്ട് നമുക്ക് ഉപ്പ് തന്നെ ഉപയോഗിക്കാവുന്നതാണ്. ഇതുപോലെ ചെരുപ്പൊന്ന് നനച്ചു കൊടുത്ത ശേഷം കുറച്ച് ഉപ്പ് വിതറി കൊടുക്കാം.
എന്നിട്ടൊരു ബ്രഷ് ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് ഉരച്ച് കൊടുത്താൽ മതി. ഇതിലെ വഴുവഴുപ്പും മഞ്ഞക്കറയും എല്ലാം തന്നെ പെട്ടെന്ന് തന്നെ പോയി കിട്ടും. സ്റ്റീൽ പാത്രങ്ങളിലെ മഞ്ഞക്കറയും അതുപോലെ തന്നെ കരിയും ഒക്കെ പെട്ടെന്ന് കളയാനായിട്ട് നമുക്ക് മുട്ടത്തോട് ഉപയോഗിക്കാവുന്നതാണ്. ഞാനിവിടെ മുട്ടത്തോട് മിക്സിയിലിട്ടിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ പൊടിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഈ മുട്ടത്തോട് നമുക്ക് വൃത്തിയാക്കേണ്ട പാത്രത്തിന് മുകളിലിട്ടിട്ട് ഇങ്ങനെ കൈകൊണ്ട് ഉരച്ച് കൊടുക്കാം. നല്ലപോലെ അഴുക്ക് പിടിച്ച പാത്രമാണെന്നുണ്ടെങ്കിൽ കൈകൊണ്ട് ഉരയ്ക്കരുത്, സ്ക്രബ്ബർ വെച്ചിട്ട് ഉരച്ച് കൊടുത്താൽ മതി. സ്ക്രബ്ബർ ഈ മുട്ടത്തോടിൻ്റെ പൗഡറിൽ മുക്കിയിട്ട് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കരിയും മഞ്ഞക്കറയും ഒക്കെ പോയി കിട്ടും. അടുക്കളയിൽ ഉപയോഗിക്കുന്ന ടവലുകൾ പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തെടുക്കാനുള്ള ഒരു കാര്യമാണ് പറയുന്നത്. ഇതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് സോപ്പ് പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഈ പാത്രത്തിലേക്ക് നമുക്ക് ക്ലീൻ ചെയ്യേണ്ട ടവലുകൾ മുക്കി വെക്കാം. അതിനുശേഷം അത് അടുപ്പിൽ വെച്ച് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. നല്ലപോലെ അഴുക്കുള്ളതാണെങ്കിൽ ഒരു 5 മിനിറ്റൊക്കെ തിളപ്പിക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു 3 മിനിറ്റൊക്കെ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്കിത് ഓഫ് ചെയ്ത് വെക്കാം. ഈ ചൂടാറിയതിന് ശേഷം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഈ വെള്ളത്തിൽ നല്ലപോലെ അഴുക്കൊക്കെ വന്നിട്ടുണ്ടാവും. ഇനി ഇത് ജസ്റ്റ് ഒന്ന് നമ്മൾ കൈകൊണ്ട് കഴുകി ഇതിലെ സോപ്പ് പൊടിയൊക്കെ ഒന്ന് കളഞ്ഞെടുത്താൽ മാത്രം മതി. നല്ല പോലെ തന്നെ വൃത്തിയായി കിട്ടും. നമ്മൾ കൈകൊണ്ട് ഉരച്ച് കഷ്ടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ഇതിലെ സോപ്പ് പൊടി കളഞ്ഞു കൊടുത്താൽ തന്നെ നല്ല പോലെ വൃത്തിയായി കിട്ടും. ഫൈബർ പാത്രങ്ങൾ നമ്മൾ കുറച്ച് നാൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ബാക്ക് സൈഡിൽ നല്ല പോലെ അഴുക്ക് പിടിക്കാറുണ്ട്. പ്രത്യേകിച്ച് ക്വാളിറ്റി കുറഞ്ഞ പാത്രങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മഞ്ഞക്കറ പിടിക്കാറുണ്ട്. അപ്പോൾ ഇത് പോവാനായിട്ട് നമുക്ക് ഒരു പേസ്റ്റ് തയ്യാറാക്കി എടുക്കാം. അതിനായിട്ട് ഒരു പാത്രത്തിൽ 2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ എടുക്കാം. അതിലേക്ക് കുറച്ച് വിനാഗിരി ചേർത്ത് കൊടുക്കാം. കുറച്ച് ലിക്വിഡ് ഡിഷ് വാഷ് കൂടി ചേർത്ത് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ പേസ്റ്റ് നമുക്ക് ക്ലീൻ ചെയ്യേണ്ട പാത്രത്തിൻ്റെ പുറം ഭാഗത്ത് നല്ല പോലെ ആക്കി കൊടുക്കാം. എല്ലാ ഭാഗവും നല്ല പോലെ പേസ്റ്റ് ആക്കി കൊടുക്കണം. അതിനുശേഷം ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ട് നല്ല പോലെ ഉരച്ച് കഴുകിയെടുക്കാം. ഇപ്പോൾ ഇത് കഴുകിയെടുത്തതാണ്. നല്ല പോലെ തന്നെ അഴുക്കൊക്കെ പോയി കിട്ടിയിട്ടുണ്ട്. ഇതുപോലെയുള്ള കട്ടിംഗ് ബോർഡുകൾ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് നമുക്ക് ബേക്കിംഗ് സോഡ ഉപയോഗിക്കാവുന്നതാണ്. ഇതേപോലെ ബേക്കിംഗ് സോഡ എല്ലാ ഭാഗത്തു നിന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒരു നാരങ്ങയുടെ പകുതി ഭാഗം കൊണ്ട് നല്ല പോലെ ഉരച്ച് കൊടുക്കാം. ഞാനിത് നല്ല പോലെ ഉരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് നേരം ഒന്ന് വെക്കാം. ഒരു 5 മിനിറ്റ് വെച്ചതിന് ശേഷം വീണ്ടും നല്ല വെള്ളത്തിൽ കഴുകിയെടുക്കാം. ഇനി ഇത് ജസ്റ്റ് ഒന്ന് വെയിൽ കൊള്ളിച്ചതിന് ശേഷം നമുക്ക് എടുത്തു വെക്കാവുന്നതാണ്. മിക്കവാറും എല്ലാവരും നേരിടുന്ന ഒരു പ്രശ്നമാണ് മിക്സിയുടെ ജാറിൻ്റെ ബാക്ക് സൈഡിൽ ഇങ്ങനെ അഴുക്ക് പിടിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് നേരത്തെ നമ്മൾ ഫൈബർ പ്ലേറ്റിൻ്റെ ബാക്ക് സൈഡ് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് ഉണ്ടാക്കിയ അതേ പേസ്റ്റ് തന്നെ ഉപയോഗിക്കാവുന്നതാണ്. ഇത് ഇതേപോലെ ഈ മിക്സിയുടെ ജാറിൻ്റെ ബാക്ക് സൈഡിലേക്ക് നല്ല പോലെ ആക്കി കൊടുക്കാം. ഇങ്ങനെ ഇട്ടിട്ട് ഒരു ബ്രഷ് വെച്ചിട്ട് എല്ലാ ഭാഗത്തോട്ടും ഒന്നും ആക്കി വെച്ച് കൊടുക്കാം. അതിനുശേഷം ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. എന്നിട്ട് നമുക്കൊരു ബ്രഷ് വെച്ചിട്ട് നല്ലപോലെ ഉരച്ച് നല്ല വെള്ളത്തിൽ കഴുകിയെടുക്കാം. അപ്പോൾ ഇത് കഴുകിയെടുത്തതാണ്. നല്ല പോലെ തന്നെ അഴുക്കൊക്കെ പോയി കിട്ടിയിട്ടുണ്ട്. ഷൂവിനുള്ളിൽ വരുന്ന ബാഡ് സ്മെല്ല് കളയാനായിട്ട് നമുക്ക് ബേക്കിംഗ് സോഡ ഉപയോഗിക്കാവുന്നതാണ്. സ്കൂളിൽ പോണ കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവരുടെ ഷൂവിലൊക്കെ പ്രത്യേകിച്ചും ഇങ്ങനെ സ്മെല്ല് വരാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ വൈകുന്നേരം ആകുമ്പോൾ ഇതേപോലെ കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ ഷൂവിൻ്റെ എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കാം. അതിനുശേഷം അത് രാവിലെ വരെ അങ്ങനെ വെക്കാം. എന്നിട്ട് രാവിലെ ഇതേപോലെ ബേക്കിംഗ് സോഡ മുഴുവനായി കൊട്ടിക്കളഞ്ഞ് ഷൂ നല്ലപോലെ തുടച്ച് കഴിഞ്ഞ് വീണ്ടും ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇതിലെ ബാഡ് സ്മെല്ലൊക്കെ എല്ലാം തന്നെ നല്ലപോലെ പോയിട്ടുണ്ടാവും. ടോയ്ലറ്റ് ബ്രഷ് എങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാമെന്ന് നോക്കാം. ഇതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് സാധാരണ പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ക്ലോറക്സ് ആണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അതായത് ബ്ലീച്ചാണ്. ഈ ബ്ലീച്ചിങ് പൗഡർ ആണെന്നുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താലും മതി. എന്നിട്ട് അതിലേക്ക് ഈ ബ്രഷ് നമുക്ക് മുക്കി വെക്കാം. ഇതിൽ അറ്റ്ലീസ്റ്റ് ഒരു 30 മിനിറ്റ് എങ്കിലും വെച്ചാൽ മതി. ഇപ്പോൾ ഇതൊരു 30 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഈ ബ്രഷ് എടുത്തിട്ട് നമുക്ക് കുറച്ച് ചൂടുവെള്ളത്തിൽ ഇട്ട് വെക്കാം. ഇങ്ങനെ 1 മിനിറ്റ് വെച്ചതിന് ശേഷം ഈ ബ്രഷ് നമുക്ക് മാറ്റി വെക്കാം. ഇങ്ങനെ നമ്മൾ മാസത്തിൽ 2 പ്രാവശ്യമെങ്കിലും ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. കിച്ചൺ സിങ്ക് നല്ലപോലെ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് നമുക്ക് ബേക്കിംഗ് സോഡ ഉപയോഗിക്കാവുന്നതാണ്. ഇതുപോലെ ബേക്കിംഗ് സോഡ എല്ലാ ഭാഗത്തേക്കും ഒന്ന് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു സ്ക്രബ്ബറിൽ കുറച്ച് ഡിഷ് വാഷ് ലിക്വിഡ് ആക്കിയിട്ട് നല്ലപോലെ ഇങ്ങനെ ഒന്ന് ഉരച്ച് കൊടുക്കാം.
ഇനി ഈ സിങ്ക് നല്ലപോലെ ഒന്ന് വെള്ളമൊഴിച്ച് കഴുകിയെടുക്കാം. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സിങ്കിൽ അഴുക്കെല്ലാം പോയി നല്ലപോലെ വൃത്തിയായി കിട്ടും. കിച്ചൺ സിങ്ക് ഒരിക്കലും ബ്ലോക്ക് ആവാണ്ടിരിക്കാനായിട്ട് നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റും. ഇതേപോലെ കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഇനി കുറച്ച് വിനാഗിരി കൂടെ ഒഴിച്ച് കൊടുക്കാം. ഇനി ഒരു 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇങ്ങനെ നമ്മൾ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സിങ്ക് ഒരിക്കലും ബ്ലോക്ക് ആവില്ല. അടിച്ചു വാരാനായിട്ട് ഉപയോഗിക്കുന്ന ഇതേപോലെയുള്ള ബ്രഷും അതേപോലെ കോരിയും ഒക്കെ വൃത്തിയാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഇതേപോലത്തെ ബ്രഷ് ആണെന്നുണ്ടെങ്കിൽ അതിലെ മുടിയും നൂലും അങ്ങനെ കുടുങ്ങിക്കിടക്കുന്ന സാധനങ്ങളൊക്കെ ഇതേപോലെ ഒരു കോലോ അല്ലെങ്കിൽ പെൻസിലോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് എടുക്കാം. അതിനുശേഷം ഒരു പാത്രത്തിൽ ഞാൻ കുറച്ച് ഇളം ചൂടുവെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ലിക്വിഡ് ഡിഷ് വാഷ് ഒഴിച്ച് കൊടുക്കാം. സോപ്പ് പൊടി ഇട്ട് കൊടുക്കരുത്, ലിക്വിഡ് ഡിഷ് വാഷാണ് നല്ലത്. ഇനി അതിൽ നമുക്ക് ഈ ബ്രഷ് നല്ലപോലെ മുക്കി വെച്ച് കൊടുക്കാം. അതേപോലെ തന്നെ കോരിയും ഈ ബ്രഷിൻ്റെ കൂടെ വെച്ച് കൊടുക്കാം. ഇനി ഇത് നമുക്ക് 1 മണിക്കൂറോ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് അരമണിക്കൂറെങ്കിലും ഈ വെള്ളത്തിൽ ഇങ്ങനെ മുക്കി വെക്കാം. ഒരു അരമണിക്കൂറെങ്കിലും കഴിഞ്ഞതിന് ശേഷം ഇതെടുത്ത് ഇതേപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് നല്ലപോലെ വൃത്തിയായി കിട്ടിയിട്ടുണ്ട്. നമ്മൾ ക്ലീൻ ചെയ്യുന്ന സാധനങ്ങളും നമ്മൾ ഇടയ്ക്കൊന്നിങ്ങനെ ക്ലീൻ ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. തലയണ എങ്ങനെ എളുപ്പത്തിൽ ക്ലീൻ ചെയ്തെടുക്കാമെന്ന് നോക്കാം. ഇതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് നല്ല ചൂടുള്ള വെള്ളമാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് സോപ്പ് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് ബേക്കിംഗ് സോഡ കൂടെ ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ക്ലീൻ ചെയ്യേണ്ട തലയണ നല്ലപോലെ മുക്കി വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഈ വെള്ളം ചൂടാറുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. നല്ലപോലെ അഴുക്കുള്ള തലയണയാണെങ്കിൽ കുറച്ച് കൂടുതൽ നേരം ഈ വെള്ളത്തിൽ ഇട്ട് വെക്കുന്നത് നന്നായിരിക്കും. ഇനി ഈ തലയണ എടുത്തിട്ട് നമുക്ക് ഒന്നെങ്കിൽ കൈകൊണ്ട് തന്നെ വാഷ് ചെയ്തെടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ സാധാരണ തുണികൾ വാഷ് ചെയ്യുന്നത് പോലെ വാഷിംഗ് മെഷീനിലിട്ടിട്ടും വാഷ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് നല്ലപോലെ ക്ലീനായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഉണക്കി സൂക്ഷിക്കാവുന്നതാണ്. നമ്മൾ തറ തുടയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്ന മോപ്പ് എങ്ങനെയാണ് ക്ലീൻ ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഈ മോപ്പിലെ പൊടിയൊക്കെ ഇതേപോലെ ഒന്ന് ആക്കിയിട്ട് കൊട്ടിക്കളയാം. അതിനുശേഷം ഈ ക്ലീൻ ചെയ്യേണ്ട മോപ്പ് ഒരു ബക്കറ്റിലേക്ക് വെച്ച് കൊടുക്കാം. ഇതിലേക്ക് ഈ മോപ്പ് മുങ്ങിക്കിടക്കാൻ ആവശ്യമായ അത്രയും വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് ലിക്വിഡ് ഡിഷ് വാഷ് ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതേപോലെ മോപ്പ് ഇങ്ങനെ കറക്കി കൊടുക്കാം. ഇതേപോലെ നല്ലോണം ഒന്ന് കറക്കി കൊടുത്തതിന് ശേഷം ഈ വെള്ളത്തിൽ കുറച്ച് നേരം ഇട്ട് വെക്കാവുന്നതാണ്. നല്ലപോലെ അഴുക്കുള്ള മോപ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റൊക്കെ ഈ വെള്ളത്തിൽ വെക്കുന്നത് വളരെയേറെ നന്നായിരിക്കും. ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇതെടുത്തിട്ട് വേറെ വെള്ളത്തിലൊന്ന് കഴുകിയെടുക്കാം. ഇനി ഇത് നല്ലപോലെ ഉണക്കിയിട്ട് എടുത്തു വെക്കാവുന്നതാണ്. ഈ പറഞ്ഞ ടിപ്സൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു. ഇതിൽ ചില ടിപ്സൊക്കെ ഞാൻ മുമ്പത്തെ വീഡിയോകളിലൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർക്കൊക്കെ ഉപകാരപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ ബൈ. താങ്ക് യു.